നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ കയറുന്നതിന് മുൻപും പിൻപുമുള്ള അവസ്ഥ ചിന്തിച്ചാൽ മനസ്സിലാകും എത്രത്തോളം മാറ്റങ്ങൾ ഭാരതത്തിന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. വികസിത ഭാരതം 2047 എന്ന ആശയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യമായി പങ്കുവച്ചത് കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനത്തിലായിരുന്നു. മോദി അധികാരത്തിലേറുന്നതിന് തൊട്ടു മുമ്പുള്ള സാമ്പത്തിക വർഷം, അതായത് 2013 US ആസ്ഥാനമായ സാമ്പത്തിക അവലോകന കൂട്ടായ്മയായ മോർഗൻ സ്റ്റാൻലി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ദുർബല സമ്പദ് വ്യവസ്ഥയും ദുർബലമായ വിപണിയെന്നുമാണ് എഴുതി തള്ളിയത്. 10 വർഷത്തിന് ഇപ്പുറം ഇതേ മോർഗൻ സ്റ്റാൻലി മോദിയുടെ ഭാരതത്തെ വിശേഷിപ്പിച്ചത് ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വലിയ സമ്പദ് വ്യവസ്ഥയെന്നാണ്. ഫെബ്രുവരി ആദ്യ ആഴ്ചയിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ഇടക്കാല ബജറ്റും വികസിത ഭാരതം 2047 ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ്. വികസിത രാഷ്ട്രമാക്കാനുള്ള യാത്രയിൽ ആദ്യ ചുവടുവെപ്പ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം തന്നെയാണ്. പാർപ്പിടം, ഭക്ഷണം തുടങ്ങി മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളുടെ പൂർത്തീകരണമാണ് യഥാർത്ഥ ദാരിദ്ര്യ നിർമ്മാർജ്ജനം. ഒപ്പം തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുകയും വേണം. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 25 കോടി ജനങ്ങളെ ബഹുമുഖ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റാൻ മോദി സർക്കാരിന് സാധിച്ചതായി കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. ഭക്ഷണം മുതൽ അടച്ചുറപ്പുള്ള വീട് വരെ ലഭ്യമാക്കുന്ന തരത്തിൽ കൃത്യമായ ആസൂത്രണത്തോടെയാണ് ഓരോ പദ്ധതികളും കേന്ദ്ര സർക്കാരിന്റെ വിവിധ മന്ത്രാലയങ്ങൾ നടപ്പിലാക്കിയത്. ഇതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന. 80 കോടി ജനങ്ങൾക്ക് സൗജന്യമായി ഭക്ഷ്യധാന്യം ലഭ്യമാക്കിയതിലൂടെ ലോകത്തിലെ ഏറ്റവും ബൃഹത്തായ ഭക്ഷ്യപദ്ധതി എന്ന ഖ്യാതിയും PM ഗരീബ് കല്യാൺ അന്ന യോജന സ്വന്തമാക്കി. ഓരോ പാവപ്പെട്ട കുടുംബത്തിനും അടച്ചുറപ്പുള്ള വീട് എന്ന ലക്ഷ്യത്തോടെ 2015 പ്രധാനമന്ത്രി ആവാസ് യോജനയ്ക്ക് മോദി സർക്കാർ തുടക്കമിട്ടത്. PMAY അർബൻ, PMAY റൂറൽ എന്നീ പദ്ധതികളിലൂടെ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഇത് നടപ്പാക്കി. 2014 ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിലാണ് സ്വച്ഛ് ഭാരത് അഭിയാനിന് തുടക്കമിട്ടത്. 2019 ഒക്ടോബർ 2 രാജ്യത്തെ മുഴുവൻ വീടുകളിലും ടോയ്ലറ്റ് സൗകര്യം ഉറപ്പാക്കുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. ഈ 5 വർഷത്തിനുള്ളിൽ രാജ്യത്തുടനീളം 11 ടോയ്ലറ്റുകളും 2.23 ലക്ഷം കമ്മ്യൂണിറ്റി ടോയ്ലറ്റ് കോംപ്ലക്സുകളും ഇതുവഴി നിർമ്മിച്ചു. സ്വച്ഛ് ഭാരത് അഭിയാനെ ഏറ്റവും കൂടുതൽ കളിയാക്കിയത് മലയാളികളാണ്. ഇതേ കേരളത്തിൽ 2.3 ലക്ഷം ടോയ്ലറ്റുകൾക്കാണ് പദ്ധതി വഴി പണം നൽകിയത്. 2015 ഗ്രാമങ്ങളിൽ പ്രതിദിനം 12 മണിക്കൂർ മാത്രമായിരുന്നു വൈദ്യുതി വിതരണം. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെയായിരുന്നു ലോഡ് ഷെഡിംഗ്. എന്നാൽ 2021 വൈദ്യുതി വിതരണം 22.5 മണിക്കൂറായി വർദ്ധിച്ചു. പിന്നീട് അത് മുഴുവൻ സമയവും വൈദ്യുതി എന്ന സ്ഥിതിയിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടു. നിലവിൽ നമ്മുടെ ഉപഭോഗത്തിന് ശേഷം മിച്ചം വരുന്ന വൈദ്യുതി നേപ്പാൾ, ബംഗ്ലാദേശ്, മ്യാൻമാർ എന്നീ രാഷ്ട്രങ്ങൾക്ക് ഭാരതം വിൽക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ എണ്ണി പറയാൻ നിന്നാൽ മോദിയുടെ നേട്ടങ്ങൾ അവസാനിക്കില്ല. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.